കലാകാരനായി അറിയപ്പെടാൻ മോഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്ത ജോസ് പ്രകാശിന്റെ ജീവിതം ഇടക്കാലത്ത് വഴിമാറിപ്പോയി. അച്ഛന്റെ ശകാരങ്ങളിൽ മനസ്സുനൊന്ത് ജോസ് പ്രകാശ് പഠിപ്പുപേക്ഷിച്ച് പട്ടാളത്തിൽ ചേരുകയായിരുന്നു. കലയെ കൈവിട്ട് പട്ടാള ജീവിതം സ്വീകരിച്ച ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് മടങ്ങിയെത്തി ഒരു പുതിയ ജീവിതത്തിലേക്ക് ചുവടുവച്ചു. പിന്നെ തിരകച്ചവടം കഴിഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ പാട്ട് പാടാനൊരു അവസരം വന്നത് സിനിമയിൽ. അന്ന് പിന്നെ പബ്ലിക്കായിട്ട് ഒന്ന് രണ്ട് ഫങ്ഷനൊക്കെ പാടി. അപ്പോൾ അത് കേട്ടിട്ട് തിക്കുറിശി ചേട്ടനോട് പറഞ്ഞു, തിക്കുറിശി ഒന്ന് വലിയ ഇതല്ലേ ആർട്ടിസ്റ്റ്, സിനിമയുടെ ഇന്നത്തെ പറഞ്ഞ അന്നത്തെ സൂപ്പർ സ്റ്റാറാണ്. അങ്ങനെ ഇങ്ങനെ വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞ് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞാൻ അങ്ങനെ പോയി കണ്ടു. അങ്ങനെ പാട്ട് പാടി കേൾപ്പിക്കണമെന്ന് പറഞ്ഞ് പാട്ട് പാടി കേൾപ്പിച്ചു. അങ്ങനെയൊക്കെ ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ അന്ന് ശരിയോ തെറ്റോ എന്നൊരു പടം എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുക. അതിൽ പിന്നെ അങ്ങനെയൊക്കെ പാർട്ട്നേഴ്സൊക്കെ ഉണ്ട്, കോട്ടയത്തുള്ളത് തന്നെയാണ്. അപ്പോൾ അത് പുതിയതായിട്ട് ആരെക്കൊണ്ടെങ്കിലും പാടിച്ചാൽ കൊള്ളാം. അന്നൊക്കെ അധികം തമിഴന്മാരൊക്കെയാണ് മലയാള സിനിമയെ പാടുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ സിനിമയിൽ പാടാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് പാടുന്നതന്നെ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇത് ABCD സരിഗമപനിസ ഒന്നും അറിയാൻ പറ്റില്ല. ഈ രാഗം താളം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പിടിയില്ല. അപ്പോൾ അങ്ങനെയുള്ളത് ഞാനിങ്ങനെ ഈ സിനിമയെ പാടണേ, അതുകൊണ്ട് അത് പ്രയാസമാണെന്ന് പറഞ്ഞു. ആട്ടെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം, 2 ദിവസത്തിനകം ദക്ഷിണാമൂർത്തി സ്വാമി വരും, അപ്പോൾ അങ്ങനെ ഒന്ന് പാടി കേൾപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, അത് പാടി കേൾപ്പിക്കാം. അപ്പോൾ സ്വാമി വന്നു, ഒരു വീട്ടിൽ അറേഞ്ച് ചെയ്തു. ഞാനും ഉണ്ടായിരുന്നു, വേറെ 3-4 ആളുകൾ പാടാനുണ്ടായിരുന്നു, സെലക്ഷന് വേണ്ടിയാണ്. അപ്പോൾ അതുകൂടെ ഞാൻ പാടി. ദക്ഷിണാമൂർത്തിക്ക് എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടത്, അതായത് എൻ്റെ ശബ്ദമൊക്കെ ഇഷ്ടപ്പെട്ടു. ആ വിചാരം നിനക്കും വേണ്ട. സിനിമ ഒരിക്കലും ജോസ് പ്രകാശിനെ മോഹിപ്പിച്ചിട്ടില്ല. പക്ഷേ സിനിമയ്ക്ക് ഈ മനുഷ്യനെ ആവശ്യമായി വന്നു. അതും ഒരു പാട്ടുകാരനായി വഴി തുറന്നു കൊടുത്തത് തിക്കുറിശി സുകുമാരൻ നായരായിരുന്നു. ഗായകൻ എന്ന നിലയിൽ സിനിമയിൽ ജോസ് പ്രകാശിന് നീണ്ടകാലം നിലനിൽക്കാനായില്ലെങ്കിലും പാടിയ പാട്ടുകളെല്ലാം ആ കാലത്തിന്റെ മധുരഗാനങ്ങളായി. പിൽക്കാലത്ത് സംഗീതം അഭ്യസിച്ചുള്ള ആൾക്കാർ വന്നപ്പം, അതായത് പിന്നെ കമൂല പുരുഷോത്തമൻ, AM രാജ, ഉദയഭാനു, പിന്നെ നമ്മുടെ യേശുദാസ്, ഇങ്ങനെ ആൾക്കാർ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് നാച്ചുറലായിട്ട് എന്നെ തഴഞ്ഞു. അവരെ എന്നേക്കാൾ നന്നായിട്ട് പാടുന്ന ആൾക്കാർ അറിയാവുന്നവരുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ തഴഞ്ഞു. പക്ഷേ ഈ ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ ഈ പാടിയ പടത്തിലൊക്കെ ചെറിയ ചെറിയ ക്യാരക്ടർ അഭിനയിക്കാൻ എൻ്റെ പ്രൊഡ്യൂസർ വിളിച്ചു. കുറച്ചൊന്ന് കണ്ടാലൊക്കെ തുടുകൊള്ളാമായിരുന്നു. ഇന്നിപ്പോൾ വയസ്സിനെ പോയില്ലേ, അന്ന് 10-18-20 വയസ്സല്ലേ ഉള്ളൂ. അങ്ങനെ എനിക്ക് ചാൻസ് കിട്ടിയപ്പം പലതിലും അഭിനയിച്ചു. അഭിനയം വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേശ്ശെ റോളുകൾ കിട്ടിക്കൊണ്ടിരുന്നു, അത് മുന്നോട്ട് പോയി. അങ്ങനെ വന്നതേ ഉള്ളൂ.